എൻ്റെ അമ്മ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. എൻ്റെ അമ്മയ്ക്ക് വണ്ണം കുറയ്ക്കണം, ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇവരുടെ അടുത്ത് പോയി. അപ്പോൾ ഇവർ സ്വയമേ പരിചയപ്പെടുത്തി ഞങ്ങൾ ന്യൂട്രീഷനിസ്റ്റാണ്, ഡയറ്റീഷ്യനാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്. ഈ ഫുഡ് കഴിച്ച് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത്. ഇത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് ഓരോ കുട്ടികൾക്ക് വരെയാണ് ഇതെടുത്ത് കൊടുക്കുന്നത്. യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ പ്രതികരിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ പ്രതികരിച്ചു. അത്ര ഓഫീസിൽ കയറി ഇറങ്ങി, അത്രയ്ക്ക് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്ര സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം. എനിക്ക് ഇമോഷണൽ, എൻ്റെ അമ്മയ്ക്ക് ഈണിക്കാൻ വയ്യ. ഞാൻ എങ്ങനെ സഹിക്കും ഇത്? എൻ്റെ പേര് അതുൽ എന്നാണ്. എൻ്റെ സ്ഥലം മലയൻകീഴ്. ഞാൻ ഇവിടെ വന്നേക്കുന്നത് നമ്മുടെ കേരളം മൊത്തം നടക്കുന്ന ഒരു വലിയൊരു തട്ടിപ്പിൻ്റെ കാര്യം പറയാനാണ്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് പോയ ഒരു ആരോഗ്യം, ഈ ഒരു ഫുഡ് കഴിച്ച് എൻ്റെ അമ്മയുടെ ആരോഗ്യം മൊത്തം പോയി. അതായത് ഇപ്പോൾ നമ്മുടെ കേരളം മൊത്തവും MLMൻ്റെ മോഡലിൽ ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്നൊരു പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. ഇത് കേരളത്തിൽ മൊത്തം ഉണ്ട്. അതായത് മൊത്തം നടത്തുന്നത് അവർ ന്യൂട്രീഷൻ ആൻഡ് വെൽനെസ് പല പല പേരുകളിലാണ് നടത്തുന്നത്. എൻ്റെ അമ്മ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. എൻ്റെ അമ്മയ്ക്ക് വണ്ണം കുറയ്ക്കണം, ആരോഗ്യത്തിന് കുറച്ച് പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇവരുടെ അടുത്ത് പോയി. അപ്പോൾ ഇവർ സ്വയമേ പരിചയപ്പെടുത്തി ഞങ്ങൾ ന്യൂട്രീഷനിസ്റ്റാണ്, ഡയറ്റീഷ്യനാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്. ഈ ഫുഡ് കഴിച്ച് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല. ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായി ഇതിനകത്ത് ഹെവി കണ്ടൻസുള്ള ഡ്രഗ്സും കാര്യങ്ങളുമാണ് ഉള്ളതെന്ന്. ഓൾറെഡി ഈ ഒരു ഫുഡ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇതൊരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റോ മാത്രമേ ഇത് നടത്താൻ പറ്റൂ, അതുകൂടാതെ ഇത് നടത്തുന്നതിന് ഒരു ഫിസിഷ്യനെ കാണിക്കണമെന്ന് വരെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവർ ഡയറ്റീഷ്യനും ന്യൂട്രീഷനിസ്റ്റും ആണെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചാണ് നമ്മളെ ഇതിലോട്ട് എടുക്കുന്നത്. പിന്നെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്, ഇവരുടെ ഭയങ്കരമായിട്ടുള്ള മാഫിയയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ കേരള മുഖ്യമന്ത്രിക്ക് ഇതിന് പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തു. ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് മാഡത്തിനെ കണ്ടു. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത്. ഇത് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് ഓരോ കുട്ടികൾക്ക് വരെയാണ് ഇതെടുത്ത് കൊടുക്കുന്നത്. യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ പ്രതികരിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ പ്രതികരിച്ചു. അത്ര ഓഫീസിൽ കയറി ഇറങ്ങി, അത്രയ്ക്ക് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്ര സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം. എനിക്ക് ഇമോഷണൽ, എൻ്റെ അമ്മയ്ക്ക് ഈണിക്കാൻ വയ്യ. ഞാൻ എങ്ങനെ സഹിക്കും ഇത്? എല്ലാ കാര്യവും ഏറ്റവും ഇഷ്ടം കറക്റ്റാണ്. അതായത് ഈ പറഞ്ഞ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രോഡക്റ്റ് അല്ല. 1980 അമേരിക്കയിൽ ആദ്യമായിട്ട് ഇത് വന്നപ്പോൾ തന്നെ ഇത് വലിയൊരു പ്രശ്നമായൊരു സാധനമാണ്. പക്ഷേ ഇവർ അന്ന് ആ ഒരു സമയത്ത് ഇത് കണ്ടുപിടിക്കുന്ന, നിങ്ങളിത് ഈ പ്രോഡക്റ്റിനെ കുറിച്ച്, ഹെർബാലൈഫ് ന്യൂട്രീഷൻ എന്ന പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. മാർക്ക് ഹ്യൂസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അന്ന് പുള്ളിയുടെ ഏജ് 29. പുള്ളിക്ക് ആരോഗ്യപരമായിട്ട് യാതൊരു ക്വാളിഫിക്കേഷനോ യാതൊരു സർട്ടിഫിക്കേഷൻ കോഴ്സോ ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് പുറത്തു വന്നത് എന്ന് പോലും ആർക്കും അറിയത്തില്ല. പക്ഷേ ഇതിൽ എന്തൊക്കെയോ തരത്തിലുള്ള ഹെർബൽ പ്രോഡക്റ്റ്സ് ആണ് അരച്ച് കലക്കി ചേർത്ത് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിസൾട്ട് ആൾക്കാർക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഇത് പെട്ടെന്ന് പബ്ലിക്കിലോട്ട് എത്താൻ തുടങ്ങി. അങ്ങനെ ഇതിലുള്ള ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി ഇത് പല സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ്സ് അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഒരു കാരണവശാലും FDA സർട്ടിഫിക്കേഷൻ ഇന്നേ വരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അത് മാത്രമല്ല, നിങ്ങൾക്ക് മനസ്സിലാവും 2016 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ ട്രേഡ് കമ്മീഷൻ ഹെർബാലൈഫ് പോലെയുള്ള MLM കമ്പനി പ്രോഡക്റ്റ് ആരോഗ്യം കൂട്ടുവെന്ന വാദങ്ങളെ തട്ടിപ്പ് തന്നെയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തട്ടിപ്പല്ല, ഇത് വേൾഡ് ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെതിരെ പല ആൾക്കാരും പല ഡോക്ടേഴ്സും പല രീതിയിലും പ്രതികരിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ജേർണൽസ് കൃത്യമായിട്ട് ഇരിപ്പുണ്ട്. ഇസ്രായേലിലെ, സ്വിറ്റ്സർലാൻഡിലെ, കൂടാതെ ഇന്ത്യയിലെ പോലും ജേർണൽസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ മാരകമായിട്ടുള്ള ടോക്സിക് കമ്പോണൻസ് അടങ്ങിയ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ്. അത് മാത്രമല്ല, ഇത് സാമ്പത്തികമായിട്ട് മുന്നേറാം എന്നുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ആൾക്കാരെ ട്രാപ്പിലേക്ക് പെടുത്തുന്നത്. അതായത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ബസ് സ്റ്റോപ്പിൽ വരെ ഇവരുടെ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അതായത് ഇവർ ബസ് സ്റ്റോപ്പിൽ വരെ നിങ്ങൾക്ക് ഇവരുടെ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെ കാണാൻ പറ്റും. വെറുതെ ഒരാൾ നിൽക്കുമ്പോൾ, ഒരു വണ്ണമുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് അവരുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എക്സർസൈസ് ഇല്ലാതെ വെയിറ്റ് കുറയ്ക്കണോ? ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ആൾക്കാരെ ഇവർ ട്രാപ്പിലോട്ട് ആക്കുന്നത്. എന്നിട്ട് ഇവരുടെ അസോസിയേറ്റ്സിന് പല തരത്തിലുള്ള സെമിനാറുകളാണ് നടത്തുന്നത്. നിങ്ങൾക്ക് ഈ സെമിനാറിലോട്ട് ഒരു ആക്സസും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് ഈ ക്ലബ്ബിൽ ചെന്ന് മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ സെമിനാറുകളിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അത് കേരളത്തിൽ ഇതുപോലുള്ള അസോസിയേറ്റ്സ് ഇഷ്ടം പോലെയുണ്ട്. അതായത് നമ്മളൊരു 40 പേര് എടുത്തു കഴിഞ്ഞാൽ ഒരു 20 പേരോ 25 പേരോ ഇവരുടെ അസോസിയേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ 10 വർഷമായിട്ട് ഇത് കഴിക്കുന്നുണ്ട്, 20 വർഷമായിട്ട് ഇത് കഴിക്കുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല. ഇതൊന്നുമല്ല സത്യാവസ്ഥ. ഇത് ഏകദേശം 1 മാസം കഴിച്ചാൽ പോലും ഒരാളുടെ ലിവർ അടിച്ചു പോകാനുള്ള എല്ലാ സാധനങ്ങളും, മാരകമായിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് ഒരിക്കലും ഒരു 2-3 മാസത്തിൽ കൂടുതൽ ഇത് കൂടുതലായിട്ട് സ്ഥിരമായിട്ട് കഴിക്കാനും പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അത് മാത്രമല്ല, ഇത് പല രാജ്യങ്ങളിലും കരൾ രോഗങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഇസ്രായേൽ, സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളിൽ. പിന്നെ
ഇത് എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ കൊണ്ടിട്ട് എൻ്റെ പേര് ഡോക്ടർ അനീഷ് ദേവാണ്. ഞാൻ ഒരു ഡെൻ്റൽ സർജൻ കൂടെയാണ്. എനിക്കൊരു ക്ലിനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് എന്നെ അതിലൊരാളാണ് എന്നെ ഇതിലോട്ട് കൺവിൻസ് ചെയ്യുന്നത്. അതായത് പുള്ളി പറയുന്നത് ഇതൊരു ക്ലബ്ബ് എന്നുള്ള രീതിയിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ചെന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം വിചാരിക്കുന്ന പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഒരു ന്യൂട്രീഷനിസ്റ്റോ ഡയറ്റീഷ്യനോ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാനും പോകുന്നത്. പക്ഷേ പുള്ളിയുടെ സംസാരം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഹാപ്പിനെസ് ഒന്നും ഇല്ലാത്തതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഈ ആരോഗ്യം ഇല്ലാത്തതും നമ്മളെ ലൈഫ് സ്റ്റൈൽ കാരണമാണ്. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആവൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ അതിലൊന്നും യാതൊരു സത്യാവസ്ഥയില്ല എന്ന് പതിയെയാണ് എനിക്ക് മനസ്സിലായി. ഇത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാനിത് എൻ്റെ ശരീരത്തിൽ തന്നെ പരീക്ഷിക്കാനുള്ള തീരുമാനം എടുത്തു. ഏകദേശം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ കേസ് ഹിസ്റ്ററി എടുക്കുന്നത് പോലെ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആൾക്കാരിരുന്ന് നമുക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് വിസറൽ ഫാറ്റ് കുറവാണ്. അതായത് ആരോഗ്യമുള്ള ഒരാൾക്ക് വിസറൽ ഫാറ്റ് കുറവാണ് നോർമലി. അതായത് കുടവയർ ഉള്ള ഒരാൾക്ക് മാത്രമേ വിസറൽ ഫാറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം വണ്ണമുള്ള ഒരാളടുത്ത് പറയും ഫാറ്റി ലിവർ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇവർക്ക് അറിയാമെന്നുള്ള കുറച്ച് ടേംസ് ഇവരുടെ സെമിനാറിലൂടെ അല്ലെങ്കിൽ ഇവരുടെ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാർ ഇവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന് വരുത്തി തീർത്താണ് ആൾക്കാരെ ട്രാപ്പിലോട്ടാക്കുന്നത്. അപ്പോൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് നിരന്തരം 4 ദിവസം കുടിച്ചു. 4 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ 1 കിലോ കൂടി. അപ്പോഴെനിക്കിതിൽ ക്യൂരിയോസിറ്റി കൂടി. അത് എങ്ങനെയാണ് ഈ വെയിറ്റ് കൂടുന്നത്? ഞാൻ നോർമലി ഫോളോ ചെയ്യുന്ന ഡയറ്റ് തന്നെയാണ് അപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് ഭയങ്കരമായിട്ടുള്ള എന്തോ സംഭവം ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അങ്ങനെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റി. അതായത് ജേർണൽസ് അടക്കം എല്ലാ സാധനങ്ങളും കിട്ടി. അതായത് ഇവർ പറയുന്നത് നമ്മൾ കഴിക്കുന്ന സാധാരണ രീതിയിൽ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും വിഷമാണ്. അതുപോലെ സപ്ലിമെൻറ്റ്സ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആരോഗ്യം മെച്ചപ്പെടാത്തത് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇവരുടെ പ്രോഡക്റ്റിൽ അഫ്രഷ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ചായയ്ക്ക് പകരം തരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതിനകത്തുള്ളൊരു മെയിൻ കമ്പോണൻറ്റിൻ്റെ പേര് പോലും മാൾട്ടോഡെക്സ്ട്രിൻ എന്നാണ്. ഈ മാൾട്ടോഡെക്സ്ട്രിൻ എന്ന് പറയുന്നത് ഹൈലി പ്രിസർവേറ്റീവും ഹൈലി ഗ്ലൈസീമിക് ഇൻഡെക്സും ഉള്ളൊരു സാധനമാണ്. ഇവർ നടത്തുന്ന മെഡിക്കൽ ക്ലെയിംസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. അതായത് സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ട് പറയും എൻ്റെ ക്യാൻസർ മാറി, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ടാഗും കൂടെ ചേർക്കും, ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ ക്യാൻസർ രോഗവും മാറി ഞാൻ പണക്കാരനുമായി. മനസ്സിലായില്ലേ? മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും ആരോഗ്യ തട്ടിപ്പും കൂടെ ഒരുമിച്ച് ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനമാണിത്. അതുപോലെ ഇതിനകത്ത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള ബേരിയം, ക്രോമിയം, ലെഡ്, വനേഡിയം, കാഡ്മിയം, താലിയം, മെർക്കുറി എന്ന് പറഞ്ഞ ഒത്തിരി സാധനങ്ങൾ കെമിക്കൽ ഡ്രഗ്സ് ആണ്, ടോക്സിക് കമ്പോണൻസ് ആണെന്നും ഹെവി മെറ്റൽസ് ആണെന്നും ഇത് നമ്മുടെ ലിവറിലൂടെ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഇതിനകത്തുള്ള ഒരു അൺഡിസ്ക്ലോസ്ഡ് കമ്പോണൻ്റ് ആണ്. കൂടാതെ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആൾക്കാരാണ് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഡക്റ്റിൻ്റെ താഴെ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് 5 വയസ്സിന് താഴെയുള്ളവർക്കും, അതായത് പ്രഗ്നൻറ്റ് ലേഡീസിനും, അല്ലെങ്കിൽ ഇത് നിരന്തരമായിട്ടും ഒരു പാരൻ്റൽ യൂസിനുള്ള സാധനമല്ല, ഒരു ഫിസീഷ്യൻ്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഇവരുടെ ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ താഴെ തന്നെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവരിത് നിരന്തരം ഒരു ഫുഡ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇത് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാരകമായിട്ടുള്ള വിഡ്രോവൽ സിംറ്റംസ്, അതായത് ഇത് കുടിക്കുന്ന സമയത്തുള്ള പെട്ടെന്ന് കുടിക്കുമ്പോൾ ഒരു എനർജി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും, അതുകൊണ്ടാണ് ഇത് റിസൾട്ട് ഉണ്ടാകുമെന്ന് എല്ലാവരും പെട്ടെന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഇത്രയും മാരകമായിട്ടുള്ള ടോക്സിക് കമ്പോണൻ്റ് ആണെന്ന് ഇത് കുടിക്കുന്നവർക്കോ ഇത് തരുന്നവർക്കോ അറിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മ, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും, വൈകുന്നേരങ്ങളിലാണ് ഞാനിത് എടുത്തുകൊണ്ടിരുന്നത്, അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇത് കുടിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കൂടുക, ഭയങ്കരമായിട്ട് ക്ഷീണം വരിക. ഒരു ദിവസം 2 ലിറ്റർ 3 ലിറ്റർ വെള്ളമാണ് നമുക്ക് നോർമലി വേണ്ടതെങ്കിൽ 7 ലിറ്റർ 8 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം കുടിക്കേണ്ടതായിട്ട് വരിക. കാരണം അത്രയും ടോക്സിക് കമ്പോണൻറ്റ് ലിവറിനകത്തുണ്ട്. അപ്പം എൻ്റെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയാണ്. എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുള്ളത്. ഒരു അസുഖം മാറ്റാൻ പോയ ഒരാളല്ല. എന്നെ ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വിളിച്ചു വരുത്തുന്നത്. ഇതൊരു പ്രോട്ടീൻ ഷേക്ക് എന്ന് പറഞ്ഞാണ് എനിക്ക് തരുന്നത് പോലും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതെന്താണെന്ന് എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള PHSയിൽ പോവുകയും ഡോക്ടറിനെ കാണുകയും ചെയ്യുകയുണ്ടായി. അത് മാത്രമല്ല ഡോക്ടർ പെട്ടെന്ന് തന്നെ ഒരു ബ്ലഡ് റിപ്പോർട്ട് എടുക്കണം, ഡീറ്റെയിൽഡ് ബ്ലഡ് റിപ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ബ്ലഡ് റിപ്പോർട്ട് എടുത്ത് ബ്ലഡ് റിപ്പോർട്ടിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ കൃത്യമായിട്ടുണ്ട് എൻ്റെ ബിലിറുബിൻ ഡയറക്റ്റും ബിലിറുബിൻ ഇൻഡയറക്റ്റും കൂടുതലാണ്. അതായത് ഹെപ്പാറ്റോ ടോക്സിസിറ്റി എവിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല എൻ്റെ വെയിറ്റ് കൂടാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് 0.27 മുതൽ 5 വരേണ്ടത്. ഇത് 14.18, അതായത് ഏകദേശം ഒരു 3 ഇരട്ടി വലിപ്പത്തിൽ 3 ഇരട്ടി കൂടിയതായിട്ടാണ് കണ്ടത്. അപ്പം
അതിൻ്റെ സയൻസ് എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ വരികയും നമ്മുടെ വെയിറ്റ് കൂടുന്നതുമായിട്ടാണ് സയൻസ് തെളിയിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ അതായിരുന്നു. എൻ്റെ വെയിറ്റ് കൂടാനുള്ള കാരണം എന്തോ എൻ്റെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂട്ടാനുള്ള കണ്ടന്റ് വരെ ഈ പ്രോഡക്റ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. അത് മാത്രമല്ല, ഇതെങ്ങനെയാണ് ഇതുകൊണ്ട് മാത്രമാണ് വന്നത് എന്നുള്ള തെളിവെന്ന് പറഞ്ഞാൽ ഒരു മാസം കണ്ടിന്യൂസ്ലി ഇത് സ്റ്റോപ്പ് ചെയ്തു. ഏകദേശം ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനുള്ള വിഡ്രോവൽ സിംറ്റംസ് എല്ലാം കംപ്ലീറ്റ്ലി മാറി. ഓട്ടോമാറ്റിക്കലി തന്നെ ഞാൻ നോർമൽ ഫുഡ് ഫോളോ ചെയ്ത് ഇതുപോലുള്ള വിഡ്രോവൽ സിംറ്റംസ് വന്ന് തനിയെ തന്നെ മാറി. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് കൃത്യമായിട്ട് വീണ്ടും ഒരു ബ്ലഡ് ടെസ്റ്റിന് പോവുകയും അടുത്ത ബ്ലഡ് ടെസ്റ്റിൽ എൻ്റെ ഹെപ്പാറ്റോടോക്സിസിറ്റി കംപ്ലീറ്റ്ലി മാറിയതായി, ഫുള്ളായിട്ട് മാറി. ഹെപ്പാറ്റോടോക്സിസിറ്റി മാറി നോർമലായി. ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 14 നിന്നത് 7.67 വന്നു. അപ്പോൾ തന്നെ ഡോക്ടറിന് കൃത്യമായിട്ട് മനസ്സിലായി ഇങ്ങനെയുള്ളൊരു ടോക്സിക് സാധനം കഴിച്ചതുകൊണ്ട് മാത്രമാണ് അത്രയും വേരിയേഷൻസ് എൻ്റെ ബ്ലഡ് റിപ്പോർട്ടിൽ കാണിച്ചത്. അത് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടടക്കം എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാരകമായിട്ടുള്ളൊരു തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇത് നമ്മുടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് നിർത്താനുള്ള ആ ഒരു അവയർനെസ് ന്യൂസ് കൊടുക്കുകയും ഇനി ഈ പ്രോഡക്റ്റ് ആരും വാങ്ങാതിരിക്കുകയും ഇതുപോലുള്ള ക്ലബ്ബുകൾ എത്രയും പെട്ടെന്ന് പൂട്ടിക്കാനുള്ള തീരുമാനമാണ് നമ്മൾ ഗവൺമെൻറ് എടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു വൈറസ് പോലെ, കൊറോണ വൈറസ് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ടാണ് അതിനെ ഒഴിവാക്കിയത്. പക്ഷേ ഇതൊരിക്കലും സാനിറ്റൈസ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം നമ്മുടെ വീട്ടിൽ പോലും ഒരു ഏജൻറ്റ് ഉണ്ടാവും എന്നുള്ളൊരു പേടിയിലാണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും പരിശോധിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും, ഇതുപോലുള്ളൊരു ബോട്ടിൽ മിക്കവരുടെ വീട്ടിലും ഉണ്ടാവും. അല്ലെങ്കിൽ ഇതുപോലൊരു ക്ലബ്ബിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഒരാളെങ്കിലും പോകുന്നുണ്ടാവും. അവരിതിനെതിരെ വാതോരാതെ നിരന്തരമായിട്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരാവും. കാരണം അവർക്ക് സാമ്പത്തിക നേട്ടം എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യം മാത്രം ഇതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ്. ഇത് ആരോഗ്യത്തെ കംപ്ലീറ്റ്ലി നശിക്കുമെന്നുള്ള എല്ലാ തെളിവുകളും കയ്യിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്.